വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഈ വലത്തെ കൈ മുന്തിക്കുന്നതിനെ പറ്റി നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു. അതായത് ഈ തഫാവുൽ എന്ന് പറയുന്നൊരു സംഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. വലഭാഗത്തിന് എല്ലാത്തിൻ്റെ ഒരു മഹത്വം പരിശുദ്ധതീൻ്റെ കാഴ്ചപ്പാടിലുണ്ട്. നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണ് വലത്തത്, അതല്ലാത്തതിനുള്ളതാണ് എടുത്തത് എന്നുള്ളൊരു മൊത്തം ഒരു കാഴ്ചപ്പാട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല ഈ മഹത്വവും ബഹുമാനവും വിജയവും കിട്ടുന്ന ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹ് പറയുന്നത് അസ്ഹാബുൽ മൈമന, വലഭാഗത്തിൻ്റെ ആളുകൾ, അസ്ഹാബുൽ യമീൻ, വലഭാഗത്തിൻ്റെ ആളുകൾ. നല്ല കാര്യങ്ങൾ, ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ വെള്ളം കുടിക്കൽ, ഭക്ഷണം കഴിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വലത്തേനെ മുന്തിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പരമ്പരവിധങ്ങൾ അടുത്തുനിന്ന് ഒരു സ്വഹാബി ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ച് നിവിധങ്ങൾ പറഞ്ഞു വലത്തെ കൈ കൊണ്ട്. അപ്പോൾ ആ സ്വഹാബി എന്തോ എനിക്കതിന് സാധ്യമല്ല എന്നോ ആ അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ, എന്നാൽ അത് കൊന്താണ്ടായിപ്പോട്ടെ എന്ന അർത്ഥത്തിൽ പറഞ്ഞതുകൊണ്ട് പിന്നീട് ആ കൈ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഹദീസുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സുന്നത്താണ് എന്ന് പറഞ്ഞ് തള്ളേണ്ടതല്ല, നല്ലൊരു അദബിൻ്റെ ഭാഗമാണ്. അദബ് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ വഹി പ്രകാരം നമ്മുടെ നിബിധങ്ങളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ നബിയെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ അതെല്ലാം കണക്കിലെടുക്കണം. ഇന്ന് വേറെയും എങ്ങനെയെങ്കിലും അങ്ങ് കൊടുത്തു വിടുക, എങ്ങനെയെങ്കിലും വാങ്ങുക, എങ്ങനെയെങ്കിലും തിന്നുക, കുടിക്കുക എന്നൊരു സംഗതിയെല്ലാം വന്നു പോയിട്ടുണ്ട്. അതൊന്നും ഒരു ശരിയല്ല. അത് ഭക്ഷണം കഴിക്കുന്നത് വലത്തെ കൈ കൊണ്ടാണെങ്കിലും കുടിക്കുന്നത് ഇടത്തെ കൈ കൊണ്ടായി പോകുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അവനൊരു ഇടഭാഗത്തിൻ്റെ ആളായി എന്ന് പറയുമ്പം തന്നെ അവിടെ ഒരു തഫാവൽ നഷ്ടപ്പെടുവാണ്. ഒരു പ്രതീക്ഷ ഉണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടും അക്കൂട്ടത്തിൽപ്പെട്ടതാന്നുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നിസ്സാരമാണെന്ന് മനസ്സിലാക്കി തള്ളേണ്ടതല്ല, അത് ശ്രദ്ധിക്കേണ്ടതാണ്. സമൂഹത്തിനോട് നമ്മൾ ഇപ്പം പറയേണ്ടതും നമ്മുടെ ജീവിതത്തിൽ തന്നെ പകർത്തേണ്ടതും അതങ്ങനെ തന്നെ ചെറുപ്പത്തിലെ കുട്ടികൾക്കെല്ലാം കാണിച്ചു കൊടുക്കേണ്ടതുമാണ്. എന്നാലേ അത് ജീവിതത്തിൽ വരൂ. പഠിച്ചത് കൊണ്ട് മാത്രമായില്ലല്ലോ, അത് പ്രവൃത്തിപഥത്തിൽ വരണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.